9 വയസ്സുകാരനായ വാങ്ക സുൻകോവ് കഴിഞ്ഞ 3 മാസമായി അബിയാഹിൽ ഒരു ചെരുപ്പുകുത്തിയുടെ വീട്ടിൽ അപ്രന്റീസായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്രിസ്തുമസ് രാത്രിയിൽ അവന്റെ മുതലാളിയും ഭാര്യയും ബാക്കി ജോലിക്കാരും പാതിര കുർബാനയ്ക്ക് പോകുവാനായി കാത്തിരിക്കുകയായിരുന്നു. അവർ പോയെന്ന് ഉറപ്പായപ്പോൾ അവൻ തന്റെ മുതലാളിയുടെ അലമാരയിൽ നിന്ന് ഒരു മഷിക്കൊപ്പിയും പഴകി ദ്രവിക്കാൻ തുടങ്ങുന്ന പേനയും എടുത്തു. കൂടാതെ തന്റെ കയ്യിൽ ഏറെ നാളായി സൂക്ഷിച്ചു വെച്ചിരുന്ന ചുരുണ്ടുകൂടി കിടന്ന പേപ്പറും. എഴുതാൻ തുടങ്ങുന്നതിന് മുൻപ് ഭയപ്പാടോടെ മുറിയുടെ വാതിൽക്കലേക്കും ജാലകങ്ങളിലേക്കും കണ്ണോടിച്ചു. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മെഴുകുതിരി വെട്ടത്തിൽ മിന്നിത്തിളങ്ങുന്ന ദൈവരൂപത്തിലേക്ക് വളരെ പ്രതീക്ഷയോടെ നോക്കി അവൻ വിങ്ങിപ്പൊട്ടി. പിന്നീട് നിലത്ത് മുട്ടുകുത്തി നിന്ന് മുന്നിലെ ബെഞ്ചിൽ ചുരുട്ടിയ പേപ്പർ നിവർത്തി വെച്ച് അവൻ ദുഃഖത്തോടെ എഴുതാൻ തുടങ്ങി. പ്രിയപ്പെട്ട മുത്തച്ഛൻ കോൺസ്റ്റാന്റിൽ മക്കാരിച്ച് അറിയുന്നതിന് ഞാൻ അങ്ങയ്ക്ക് സന്തോഷകരമായ ക്രിസ്തുമസും സർവശക്തനായ ദൈവത്തിൽ അനുഗ്രഹവും നേരുന്നു. എനിക്ക് അപ്പനോ അമ്മയോ ഇല്ല. ആകെയുള്ളത് മുത്തച്ഛൻ മാത്രമാണ്. അവൻ തല ഉയർത്തി മെഴുകുതിരി വെട്ടത്തിലേക്ക് നോക്കി. അപ്പോൾ മുത്തച്ഛൻ മക്കാറിച്ചിന്റെ പ്രസരിപ്പുള്ള രൂപം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. 65കാരനായ അവന്റെ മുത്തച്ഛൻ ഷെവരയ കുടുംബത്തിലെ കാവൽക്കാരനാണ്. അസാധാരണ ചുറുചുറുക്കും എപ്പോഴും ചിരിക്കുന്ന മുഖവും മദ്യപാനികളുടേതുപോലെ ചുവന്ന കണ്ണുകളുമുള്ള ഒരു ചെറിയ മനുഷ്യൻ. പകൽ മുഴുവനും അടുക്കളയിൽ കിടന്നുറങ്ങുകയും അടുക്കളക്കാരികളോട് തമാശ പറഞ്ഞ് ചിരിക്കുകയും ചെയ്യും. രാത്രിയിൽ ആട്ടിൻതോലിന്റെ ജാക്കറ്റും അണിഞ്ഞ് ആ പുരയിടം മുഴുവൻ ചുറ്റി സഞ്ചരിക്കും. ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്ന കാഷ്ക എന്നും ഈലെന്നും പേരായ 2 നായ്ക്കൾ അദ്ദേഹത്തിന്റെ കൂടെ തലയും താഴ്ത്തി നടക്കും. എല്ലാ സമയവും അദ്ദേഹത്തെ പിന്തുടരുക എന്നത് അവരുടെ സ്വഭാവമായിരുന്നു. കറുത്ത നിറവും കീരിയുടേതുപോലുള്ള ശരീരമായതുകൊണ്ടാവാം ഈൽ എന്ന പേര് കൊടുത്തത്. കാഷ്ക എല്ലായ്പ്പോഴും അസ്വസ്ഥനും എന്നാൽ ഈൽ സമാധാന പ്രിയനുമായിരുന്നു എന്ന് തോന്നും. നല്ല അനുസരണയുള്ള പോലെ എല്ലാവരോടും ഒരുപോലെ പെരുമാറും. പക്ഷേ അപ്രതീക്ഷിതമായി അവന്റെ ഒരു ആക്രമണം ആരുടെയെങ്കിലും കാലിന്റെ നേർക്കുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കോഴികൾക്ക് നേരെ വച്ചു പിടിക്കും. പലപ്പോഴും കോഴി മോഷണ ശ്രമങ്ങൾക്ക് അവന് നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. വാക്കിന്റെ ചിന്തകൾ കത്തിലേക്കും വീണ്ടും മുത്തച്ഛനിലേക്കുമായി. എന്റെ മുത്തച്ഛൻ ഇപ്പോൾ എന്തു ചെയ്യുകയാവും? ആ വലിയ വീടിന്റെ ഗേറ്റിനരികെ തന്റെ വലിയ ബോട്ട് കൊണ്ട് ചവിട്ടി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി അകലെ പള്ളിയിലെ ജനാലയ്ക്കരികിൽ നിറഞ്ഞു തുളുമ്പുന്ന നിറങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ച് മറ്റു ജോലിക്കാരുമായി തമാശ പറഞ്ഞ് ചിരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ ലാത്തി ബെൽറ്റിൽ കൊളുത്തിയിട്ടും ഉണ്ടാവും. ആ രാത്രിയിലെ തണുപ്പിനെ പ്രതിരോധിക്കാൻ അദ്ദേഹം തന്റെ കൈകൾ കൂട്ടിത്തിരുമ്മി ശരീരം വെട്ടിക്കുന്നതോടൊപ്പം തന്റെ സ്വതസിദ്ധമായ കുണിങ്ങിച്ചിരിയിൽ ഇടയ്ക്കിടെ ജോലിക്കാരെയും പരിചാരികമാരെയും മാറി മാറി നുള്ളിക്കൊണ്ട് ഇക്കിളിപ്പെടുത്തുന്നുണ്ടാവും. പിന്നീട് മൂക്കുപൊടി എടുത്ത് വലിക്കുകയും പണിക്കാരി പെണ്ണുങ്ങൾക്ക് നീട്ടുകയും ചെയ്യും. പെണ്ണുങ്ങൾ പൊടി വലിക്കുമ്പോൾ അത് ആസ്വദിച്ച് പൊട്ടിച്ചിരിച്ച് പറയും, തണുത്തുറഞ്ഞതൊക്കെ എങ്ങോ പോരട്ടെ. എന്നിട്ട് നായ്ക്കളെയും പൊടി മണപ്പിക്കും. കാഷ്ക നിർത്താതെ തുമ്മിക്കൊണ്ടിരിക്കും. പക്ഷെ നീൽ തുമ്മാതെ വാലാട്ടിക്കൊണ്ട് നന്ദി പറയും. നല്ല കാലാവസ്ഥയാണിന്ന്, കാറ്റും കുറവുണ്ട്. എങ്കിലും മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ആ രാത്രിയെ കണ്ട് വാങ്ക ദീർഘനിശ്വാസം വിട്ട് വീണ്ടും എഴുതാൻ തുടങ്ങി. ഇന്നലെ എനിക്ക് ഒരുപാട് പണികൾ ഉണ്ടായിരുന്നു മുത്തച്ഛ. തീരെ വിശ്രമിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ടും മുതലാളി എന്നെ മുടിക്ക് കുത്തിപ്പിടിച്ച് മുറ്റത്തേക്ക് വലിച്ചിട്ടു. ചെരുപ്പുണ്ടാക്കുന്ന തടി കൊണ്ട് തലക്കടിച്ചു. അവരുടെ കുഞ്ഞിനെ ഉറക്കുമ്പോൾ ഞാൻ അറിയാതൊന്ന് ഉറങ്ങിപ്പോയതാണ് കുറ്റം. ഒരാഴ്ചക്ക് മുമ്പ് മുതലാളിച്ചി എന്നോട് മത്തി വൃത്തിയാക്കാൻ പറഞ്ഞു. ഞാൻ മീനിന്റെ വാൽ മുതലാണ് വൃത്തിയാക്കാൻ തുടങ്ങിയത്. അത് കണ്ട മുതലാളിച്ചി മീൻ തല വെട്ടിയെടുത്ത് എന്റെ മുഖത്ത് തേച്ച് പിടിപ്പിച്ചു. ജോലി സ്ഥലത്തെ ജോലിക്കാർ എന്നെ കളിയാക്കുകയും പലതരത്തിലും ദ്രോഹിക്കുകയും ചെയ്യും. പിന്നെ മുതലാളിയുടെ തോട്ടത്തിൽ നിന്ന് വെള്ളരിക്ക മോഷ്ടിക്കാനും പ്രേരിപ്പിക്കും. വോഡ്ക വാങ്ങിക്കാനും പറഞ്ഞയക്കും. അതിനും എനിക്ക് മുതലാളിയുടെ അടി ദിവസവും കിട്ടും. എനിക്കിവിടെ രാവിലെയും വൈകുന്നേരവും ഉണക്ക റൊട്ടിയും കഞ്ഞിയുമാണ് കിട്ടുന്നത്. ഉള്ള സൂപ്പും ചായയും മുതലാളിയും മുതലാളിച്ചിയും കുടിച്ചു തീർക്കും.
മുതലാളിയുടെ മകൻ ആ നശിച്ചവനെ കാരണം എനിക്ക് ഉറങ്ങാൻ കഴിയാറില്ല മുത്തച്ഛ. കാരണം അവനെ തൊട്ടിലാട്ടുന്നത് എന്റെ ജോലിയാണ്. എന്റെ പ്രിയപ്പെട്ട മുത്തച്ഛ, ദയവായി എന്നോട് കരുണ കാണിക്കണേ. എന്നെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകണേ. എനിക്ക് സഹിക്കുന്നതിലും അധികമാണിവിടെ. ഞാൻ മുത്തച്ഛന്റെ കാല് പിടിക്കാം. കാലം മുഴുവനും ഞാൻ മുത്തച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. അവൻ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. പൊടി പിടിച്ച തന്റെ കറുത്ത കൈത്തലമെടുത്ത് കണ്ണുകൾ തുടച്ചു. ഞാൻ മുത്തച്ഛന് പൊടി പൊടിച്ചു തരാം. മുത്തച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സിഡാറിന്റെ ആടിനെ അടിക്കുന്നത് പോലെ എന്നെ അടിച്ചോളൂ. എനിക്ക് അവിടെ ചെയ്യുവാൻ ജോലിയൊന്നുമില്ലെങ്കിൽ ഞാൻ പുറത്ത് ഷൂ പോളിഷ് ചെയ്യാൻ പോകാം. അല്ലെങ്കിൽ ഫെഡറർക്ക് പകരമായി ആട് മേയ്ക്കാൻ പോകാം. പ്രിയപ്പെട്ട മുത്തച്ഛ, ഇവിടുത്തേത് ഒരു ജീവിതമല്ല. ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ചെരുപ്പുകളില്ല. തണുത്തുറഞ്ഞ മഞ്ഞിലേക്ക് ഞാൻ എങ്ങനെയാണ് ചെരുപ്പില്ലാതെ പോവുക? ഞാൻ വളർന്നു വലുതാവുമ്പോൾ മുത്തച്ഛനെ ശ്രദ്ധിച്ചോളാം. മുത്തച്ഛന്റെ മരണശേഷം ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ. മോസ്കോ ഒരു വലിയ നഗരമാണ്. ഇവിടെ പണക്കാരുടെ കുട്ടികൾ ഗ്രാമത്തിലുള്ള കുട്ടികളെ പോലെ കരോൾ ഗാനം പാടാറില്ല. അതുപോലെ മാർക്കറ്റിൽ കണ്ണഞ്ചിപ്പിക്കുന്ന എന്തെല്ലാം സാധനങ്ങളാണെന്നോ. എനിക്ക് പലപ്പോഴും കൊതി തോന്നാറുണ്ട് മുത്തച്ഛ. പക്ഷെ എനിക്ക് ആരാണ് അതൊക്കെ വാങ്ങിച്ചു തരാൻ? പ്രിയപ്പെട്ട മുത്തച്ഛ, അവിടെ ആ വലിയ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒരുക്കുമ്പോൾ അതിനിടയിൽ നിറം പിടിപ്പിച്ച ആ വാൽനട്ട് കായ് തൂക്കണേ. എന്നെ ഏറെ ഇഷ്ടമുള്ള ലേഡി വോൾഗയോട് ഇത് വാൻകയ്ക്കാണെന്ന് പറയണം. അവനൊരു ദീർഘനിശ്വാസം വിട്ടു. മനസ്സിലപ്പോൾ അവന്റെ മുത്തച്ഛൻ ക്രിസ്മസ് ട്രീ ഒരുക്കാനുള്ള മരം വെട്ടാൻ പോയതോർത്തു. അത് വളരെ രസകരമായ കാലമായിരുന്നു. മുത്തച്ഛൻ മരങ്ങൾക്കിടയിൽ നിന്ന് ഒരു പ്രത്യേക ശബ്ദത്തിൽ ഊതും. അപ്പോൾ മരത്തിലുണ്ടായിരുന്ന മഞ്ഞുമുത്തുകൾ അടർന്നു വീഴും. അതുപോലെ വാൻഗോയും ചെയ്യും. മരം വെട്ടുന്നതിനു മുമ്പായി മുത്തച്ഛൻ ചുരുട്ട് വലിക്കും, പിന്നെ പൊടിയും. അപ്പോൾ മഞ്ഞു മൂടിയ ഫിർ മരങ്ങൾ സങ്കടത്തോടെ നിൽക്കും, ആരുടെയാണ് ജീവൻ പോകുന്നത് എന്നറിയാതെ. പിന്നെ എവിടെ നോക്കിയാലും മുയലുകൾ ഓടുന്നത് കാണാം. അപ്പോൾ മുത്തച്ഛൻ ഉറക്കെ പറയും, പിടിക്കടാ അതിനെ, ആ തൊങ്ങൽവാലുള്ള പിശാചിനെ. മുത്തച്ഛൻ പിന്നീട് വെട്ടിയിട്ട ആ മരത്തെ വലിച്ചുകൊണ്ടുപോയി സ്വീകരണ മുറിയിൽ ഉറപ്പിക്കും. വാങ്കയുടെ പ്രിയപ്പെട്ട ലേഡി വോൾഗയാണ് ആരെക്കാളും മുൻപിൽ നിൽക്കുന്നത്. അവന്റെ അമ്മ ജീവിച്ചിരുന്ന സമയത്ത് ലേഡി വോൾഗ അവനെ എഴുത്തും വായനയും നൃത്തവും പഠിപ്പിച്ചു. അന്ന് അവന്റെ അമ്മ അവിടുത്തെ വേലക്കാരിയായിരുന്നു. അമ്മയുടെ മരണശേഷം അവൻ മുത്തച്ഛന്റെ അടുത്തേക്കും മുത്തച്ഛനിൽ നിന്ന് ചെരുപ്പുകുത്തിയുടെ വീട്ടിലേക്കും താമസം മാറ്റി. പ്രിയപ്പെട്ട മുത്തച്ഛ, ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പറയുകയാണ്, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. ഇവിടെ എല്ലാവരും എന്നെ തട്ടിക്കളിക്കുകയാണ്. പിന്നെ അവിടെയുള്ള എന്റെ ഹാർമോണിയം ആർക്കും കൊടുക്കരുതേ. എല്ലാവരോടും എന്റെ അന്വേഷണം പറയണം. മുത്തച്ഛൻ എന്നെ കൊണ്ടുപോകാൻ വരുമെന്ന പ്രതീക്ഷയിൽ സ്വന്തം വാങ്കോ. ഒടുവിൽ കത്ത് രണ്ടായി മടക്കി അവൻ കവറിലിട്ടു. അഡ്രസ് വൃത്തിയായി എഴുതി. എന്നിട്ട് പുറത്തേക്ക് ധൃതിയോടെ ഓടിപ്പോയി. ദൂരെ നിന്ന് തന്നെ പോസ്റ്റ് ഓഫീസ് കണ്ടു. അവന്റെ വിലയേറിയ ആ കത്ത് പോസ്റ്റ് ബോക്സിൽ ഇട്ടു. ഒരു മണിക്കൂറിന് ശേഷം മധുരമായ പ്രതീക്ഷകളുടെ താരാട്ടിൽ അവൻ സ്വപ്നം കണ്ടുറങ്ങി. സ്വപ്നത്തിൽ വലിയ അടുപ്പ് പാതകത്തിനടുത്ത് മുത്തച്ഛൻ കാലുകളാട്ടി അടുക്കളക്കാരികൾക്ക് കത്ത് വായിച്ചു കൊടുക്കുന്നതായും അപ്പോൾ ഈലും കാഷ്കയും വാലാട്ടി മുത്തച്ഛന്റെ കൂടെ ഇരിക്കുന്നതും അവൻ ആ സ്വപ്നത്തിന്റെ നിർവൃതിയിൽ കണ്ടു.